ബഗ്ദാദിലെ ഒരു സയ്യിദത്തായ ഒരു കുട്ടിക്ക് തളർവാദം പിടിച്ചിട്ട് 15 വർഷത്തോളം ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നു. വീട്ടുകാർക്ക് ശല്യമായി, പ്രയാസമായി, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തം കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥ. ആ സയ്യിദത്ത് അവിടുന്ന് കിടന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ ഒന്നുകിൽ നീ എനിക്ക് ആഫിയത്ത് തരണം, അതല്ലെങ്കിൽ ഈ രാത്രി എന്നെ മരിപ്പിക്കണേ റബ്ബേ. ആ സ്വപ്നത്തിൽ റസൂലുള്ളാഹിന്റെ പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ആ മോളോട് പറയുന്നു, അന അബൂക്കി മുഹമ്മദുർ റസൂലുള്ളാഹ്, മോളെ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ ഉപ്പയായ മുഹമ്മദ് നബിയാണ്. റസൂലുള്ളാഹിനോട് ആ മകള് വേവലാതി പറയുകയാണ്, യാ റസൂലുള്ളാഹ്, എന്റെ ശരീരം നോക്കൂ നബിയേ, തളർവാദം കിടക്കുന്നത് കണ്ടില്ല നബിയേ, ഞാൻ എല്ലാ ദിവസവും 4000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നതാണ്, എന്റെ ഈ രോഗമൊന്ന് റബ്ബിനോട് പറഞ്ഞ് ഒന്ന് മാറ്റി തരുമോ നബിയേ. നബി തങ്ങൾ അവിടുന്ന് ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് ആ ശരീരം തടവിയപ്പോൾ രോഗം മാറി എന്നൊക്കെ കിതാബിൽ കാണാം. അങ്ങനെ എത്രയോ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അവരെയൊക്കെ വിളിച്ചിട്ടാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ മജ്ലിസിലേക്ക് കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് 9:30 ആകുമ്പോഴേക്കൊക്കെ നിർത്തണം. ഒരുപാട് ആളുകൾ ദൂരത്തു നിന്നൊക്കെ വന്നവരുണ്ട്, പോകുന്ന വഴിക്ക് പൂരം മറ്റുള്ളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും ഒരു പ്രയാസം വരാത്ത രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകണം. ഖുത്ബിയത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അവിടെ ഇരുന്നോളി. അതിലൊക്കെ വലിയ വിജയം കാണാൻ കഴിയും. തൗഫീഖ്.